എല്ലാവർക്കും സിറിൽ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഞാൻ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വരാൻ കാരണം, അപ്പോൾ ഗൈസ് 10 വരെയുള്ള സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ശനിയാഴ്ച പ്രവൃത്തി ദിവസമാകുന്ന സംബന്ധിച്ചുള്ള വിദ്യാഭ്യാസ കലണ്ടർ കേരള ഹൈക്കോടതി റദ്ദാക്കി എന്ന ഏറ്റവും പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ് ഗൈസ് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് വരുന്നത്. അപ്പോൾ ഗൈസ്, ഇതെന്താണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കാം. 10ാം ക്ലാസ് വരെയുള്ള സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ശനിയാഴ്ചത്തെ പ്രവൃത്തി ദിവസം റദ്ദാക്കിയതായി കേരള ഹൈക്കോടതി അറിയിച്ചു. പല അധ്യാപക സംഘടനകളും വിദ്യാർത്ഥികളും രംഗത്ത് വന്നതിനെ തുടർന്നാണ് ഗൈസ് ഇപ്പോൾ ഇങ്ങനെ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ 6 ദിവസം ക്ലാസ് വെക്കുന്നതിന് മുൻപ് നമ്മുടെ അല്ലെങ്കിൽ കുട്ടികളുടെ മാനസിക ആരോഗ്യം നോക്കണം, അല്ലെങ്കിൽ അതുകൂടി പരിഗണിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ ഈ ഉത്തരവ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ മന്ത്രി ശ്രീ ശിവൻകുട്ടി സാറ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഇതിനെതിരെ അപ്പീൽ പോകാതെ ഇതിനെ ക്രമീകരിച്ചുകൊണ്ട് ക്ലാസ്സുകൾ വെക്കുന്നതായിരിക്കുമെന്നും കൂടി അറിയിച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഗൈസ്. കണ്ണൂർ ജില്ലയിൽ കേളകം പഞ്ചായത്തിലെ അടയ്ക്കാത്തോട് ശാന്തഗിരി കൈലാസംപടിയിൽ 1 മീറ്റർ ഭൂമി ഇരുന്നുപോയി എന്ന ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യാണ്. അപ്പോൾ ഗൈസ്, നേരത്തെ അവിടെ വിള്ളലൊക്കെ വീണായിരുന്നു. അപ്പം അവിടെയുള്ള പല കുടുംബങ്ങളെയും മാറ്റി പാർപ്പിച്ചു വരുന്നു. ഇപ്പോൾ നിലവിൽ അവിടെ 1 മീറ്റർ ഭൂമി ഇരുന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ ഈ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നതാണ്. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തിടുവാനും നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കല്ലേ. ഇപ്പോൾ നിങ്ങളുടെ അവിടുത്തെ മഴയുടെ സാഹചര്യം എന്താണെന്ന് കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക. ഇത്രയും നേരം ഇവിടെ നല്ല ശക്തമായ മഴയായിരുന്നു. ഇപ്പോൾ ഇവിടെ ചെറുതായിട്ട് തോർന്നത് കൊണ്ടാണ് ഗൈസ് ഞാനിപ്പോൾ ഇങ്ങനെ പുറത്ത് നിന്നൊരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഗൈസ്, ഇത്രയും നേരം നല്ല മഴയായിരുന്നു. ഇവിടെ കറണ്ടൊക്കെ പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവരും പോകുന്നതിന് മുമ്പേ ആ സബ്സ്ക്രൈബ് ബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി.